ആചാരങ്ങളിലും ആഹാരങ്ങളിലും ഔഷധങ്ങളിലും മഞ്ഞൾ ഉപയോഗിക്കുന്നുണ്ട്. ഭാരതത്തിൽ മഞ്ഞളിനുള്ള പ്രാധാന്യം വളരെ കൂടുതലാണ്. ലോകത്തിൽ മറ്റെവിടത്തേക്കാളും കൂടുതൽ പ്രാധാന്യം മഞ്ഞളിന് ഇവിടെ ഉണ്ടാകാൻ കാരണമെന്താണ്? നമ്മളുടെ അറിയാതെയാണല്ലോ അറിഞ്ഞിട്ടോ വിഷബാധ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും അത് ശ്രദ്ധിക്കണം. ഇന്നത്തെ കാലത്ത് കിട്ടുന്ന പച്ചക്കറികളൊക്കെ പലതും ഈ ഇൻസെക്ടിസൈഡൊക്കെ അതിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മറ്റേ മരുന്ന് കളിച്ച് ഉണ്ടാകുന്ന സാധനങ്ങളാണ്. അങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന വിഷബാധ തീർക്കാൻ മഞ്ഞൾ പോലെ നന്നായിട്ട് വേറെ ഒന്നുമില്ല. അതാണ് പഴയ കാലം മുതൽ തന്നെ കൂട്ടാനിലും ഉപ്പേരിയിലും എല്ലാം മഞ്ഞൾ ചേർക്കാൻ ഇരിക്കുന്നത്. മിക്കവാറും എല്ലാ ആഹാര സാധനങ്ങളിലും മഞ്ഞൾ ചേർത്ത് പാചകം ചെയ്യുന്ന രീതി ഭാരതീയർ പിന്തുടർന്നത് അതിൻ്റെ വിഷഹര ശക്തി മനസ്സിലാക്കിയതുകൊണ്ടാവാം. ചില ഇലകളിലോ കിഴങ്ങുകളിലോ ഫലവർഗ്ഗങ്ങളിലോ അടങ്ങിയിട്ടുള്ള നേരിയ വിഷാംശത്തെ പോലും ഇല്ലാതാക്കാനുള്ള കഴിവുണ്ട് മഞ്ഞളിന്. ആഹാരം കഴിയുന്നതും കൃത്രിമങ്ങളായ സാധനങ്ങൾ മേടിച്ച് കഴിക്കാണ്ട് കഴിയുന്നതും നമുക്ക് ചുറ്റുപാടും കിട്ടുന്ന സ്വാഭാവികങ്ങളായ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച്, പിന്നെ ഏറ്റവും വലിയ സംഗതി ഈ ഇപ്പോൾ വിശപ്പ് മാറാനാണ് പണ്ടൊക്കെ ആഹാരം. ഇപ്പോൾ സ്വാദിന് വേണ്ടിയിട്ടാണ് ആഹാരം കഴിക്കുന്നത്. അപ്പം അതുകൊണ്ട് എന്താ വെച്ചാൽ കഴിയുന്നതും ഇങ്ങനെയുള്ള അകൃത്രിമങ്ങളായ പ്രകൃതിദത്തങ്ങളായ സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ ഉപയോഗിക്കുക. രണ്ടാമത് അതുപോലെ തന്നെ പ്രധാനമാണ് അധികം കഴിക്കാണ്ടിരിക്കുക. ഇക്കാലത്ത് രോഗങ്ങളിൽ ആഹാര സംബന്ധമായ പ്രശ്നങ്ങളിൽ മുഖ്യം അതിഭക്ഷണം എന്ന് മാത്രമല്ല, പലതരത്തിലെ കണ്ടാമിനേഷൻസ്, പലതരത്തിലുള്ള ഈ മാലിന്യങ്ങൾ കലർന്ന സാധനങ്ങൾ കഴിക്കുക. ഇപ്പോൾ ഹോട്ടലിൽ ഇപ്പോൾ ആളുകൾ സ്വന്തം വീട്ടിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളതിന് പകരം ഹോട്ടലിൽ നിന്ന് മേടിച്ച് കഴിക്കുക. ഹോട്ടലിൽ എന്ന് പറഞ്ഞാൽ അവിടെ എന്തെല്ലാം സാധനം എവിടെയെല്ലാം കുറഞ്ഞു വയ്ക്കുന്നു. ചിലപ്പോൾ അവിടെ വൃത്തി മുതലായത് കണ്ടാൽ ഭംഗി, ഈ വാസന ഉണ്ടാവണം എന്നല്ലാതെയുണ്ട്. അത് ഈ നല്ല സാധനം, വിഷത്തിൻ്റെ അംശമില്ലാത്തത്, ഈ വിഷത്തെ ശമിപ്പിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ളതാണ് പണ്ട് കാലത്തെ സംഗതി. ഇതൊക്കെ ഈ ഇന്നത്തെ ഇത്തരം സംഗതികൾ വീട്ടിലെ മുത്തശ്ശിമാരുടെ അടുക്കൽ നിന്നും ഒക്കെ കണ്ടുപിടിക്കേണ്ടതാണ്. ഒരിക്കലും ഇപ്പം നമ്മുടെ നാട്ടിൽ വീടുകളിൽ ഈ കുട്ടികളെ, പെൺകുട്ടികളെയൊക്കെ അവർ കണ്ടുപിടിക്കുകയല്ലാതെ കൊണ്ട് ഇതൊക്കെ പറഞ്ഞൊന്നും പഠിക്കാറില്ല. അപ്പോൾ അതൊക്കെ നല്ല ശീലങ്ങളാണ്. ആഹാരത്തെ സംബന്ധിച്ച് മറ്റുള്ള സാമാന്യ ശീലങ്ങളാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. ആഹാരത്തെ സംബന്ധിച്ചാണെങ്കിൽ മഞ്ഞൾ അകൃത്രിമമായ നല്ല മഞ്ഞൾ നിത്യം ആഹാരത്തിലും എൻ്റെയൊക്കെ ഈ ഒരുപാട് അങ്ങോട്ട് അരച്ച് കഴിക്കേണ്ട. അതിൻ്റെ അംശമുണ്ടെങ്കിൽ തന്നെ ബാക്കി ഈ ഇൻഫെക്ഷൻസ് പലതരത്തിൽ ബാധിക്കാനിടയുള്ള, അപ്പോൾ അതിനൊക്കെ ഇതൊക്കെ പ്രധാനമായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മുത്തശ്ശിമാരും അമ്മമാരും അവരും ഒക്കെ എന്താ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ അവർ അബോധപൂർവമായിട്ട് തന്നെ ഒരു ചില ജീവിത ശൈലികളൊക്കെ ഉണ്ട്. അതാണ് ഒരു ഔഷധി അല്ലെങ്കിൽ ഔഷധം എന്നതിനേക്കാളേറെ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ചേരുവ എന്ന നിലയിലാണ് മഞ്ഞളിനെ നമ്മൾ അറിയുന്നത്. ഭക്ഷണപദാർത്ഥങ്ങളിൽ മഞ്ഞൾ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ് നമുക്ക്. സ്വാദിന് മാത്രമല്ല, മറ്റു പല ഉപയോഗങ്ങളുമുണ്ട് ഈ ചേരുവയ്ക്ക്.
എന്തിനാണ് നാം ഭക്ഷണത്തിൽ മഞ്ഞൾ ചേർക്കുന്നത്? കഫം കൂടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, ചർമ്മരോഗങ്ങൾ, ഇങ്ങനെ വിവിധതരം രോഗങ്ങൾക്കുള്ള ചികിത്സയിൽ മഞ്ഞൾ മാത്രമായോ മഞ്ഞൾ പ്രധാനമായോ ഉപയോഗിക്കപ്പെടുന്ന ഔഷധങ്ങളുണ്ട്. അതിലേറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് ചർമ്മരോഗങ്ങൾക്കാണ്. കുളിക്കും മുമ്പ് മുഖത്ത് മഞ്ഞൾ അരച്ച് പുരട്ടുന്നത് സ്ത്രീകളുടെ ശീലമാണ്. തമിഴ് ഗ്രാമങ്ങളിലെ സ്ത്രീകൾ ഇന്നും ഒരു ആചാരം പോലെ ഇത് ചെയ്യാറുണ്ട്. മുഖത്ത് പാടുകൾ വരാതെ തടയുന്നതിനും സ്ത്രീകൾക്ക് മുഖത്ത് രോമങ്ങൾ വളരാതിരിക്കുന്നതിനും തൊലിയുടെ മിനുമിനുപ്പും മൃദുലതയും നിലനിർത്തുന്നതിനും മഞ്ഞൾ സിദ്ധൌഷധമാണ്. മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാനും അത് നിലനിർത്താനും മാത്രമല്ല, ചർമ്മ സൗന്ദര്യം നിലനിർത്താനും മഞ്ഞൾ ഉപയോഗപ്പെടും. മുഖത്ത് മഞ്ഞൾ തേച്ച് കുളിക്കുക എന്നുള്ളത് തമിഴ് സ്ത്രീകൾ പതിവായി ചെയ്യുന്നൊരു കാര്യമാണ്. മഞ്ഞൾ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ തൊലിയുടെ മാർദ്ദവത്വം നിലനിർത്താനായി മഞ്ഞളിനുള്ള കഴിവ് അപാരമാണ്. പുരുഷന്മാർക്ക് ഈ തരത്തിലുള്ള ലേപങ്ങളോ അല്ലെങ്കിൽ അഭ്യംഗങ്ങളോ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, പറയണില്ല. എന്നാൽ ഒന്നുണ്ട്, മുഖദൂഷിക, മുഖക്കുരു എന്നുള്ള രോഗം പുരുഷന്മാർക്ക് വന്നേക്കാം. അവർക്ക് ചില മരുന്ന് പറയുന്നുണ്ട്. അത് ഈ പേരാലിൻ്റെ മുട്ടോ മഞ്ഞളോ അല്ല, അതല്ലാതെ കൊണ്ട് ചില മരുന്നുകളാണ് അവർക്ക് പറയുന്നത്. സ്ത്രീകൾക്ക് പേരാലിൻ്റെ മുട്ട്, മഞ്ഞൾ ഇതൊക്കെ വളരെയധികം ഫലപ്രദമാണ്. സാധാരണ സ്ത്രീകൾ കുളിക്കുമ്പോൾ മഞ്ഞൾ തൊട്ട് കുളിക്കുക എന്നൊരു രീതിയുണ്ട്. എല്ലാവർക്കും ഉണ്ട്, എല്ലാ സ്ത്രീകൾക്കും ഉണ്ട്. പ്രത്യേകിച്ചും മെൻസസ് കഴിഞ്ഞിട്ട് 4-ാമത്തെ ദിവസം കുളിക്കുമ്പോൾ തീർച്ചയായിട്ടും മഞ്ഞൾ തൊട്ട് കുളിക്കണം. അത് നല്ലോണം നെറ്റിമേയും മുഖത്തും മേലൊക്കെ പുരട്ടി കുളിക്കുക എന്നാണ് പറയുക. അത് വിഷഹരത്വമുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഈ മെൻസസ് സമയത്ത് വല്ല പുതിയ സമ്പ്രദായത്തിൽ പറയുന്ന ഇൻഫെക്ഷൻ, അണുബാധ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെയും നശിപ്പിക്കുന്നതാണ്. അതാണ് മഞ്ഞളിൻ്റെ ആ വിഷയത്തിലുള്ള പ്രത്യേകത. സ്ത്രീകൾക്കാണ് അധികം പറയുക. ത്രിദോഷങ്ങളിലെ കഫം, പിത്തം എന്നിവയെ ശമിപ്പിക്കുന്ന ഔഷധമാണ് മഞ്ഞൾ. കൂടാതെ വിഷഹരമാണ്. ചർമ്മരോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയവയിൽ മഞ്ഞൾ ഫലപ്രദമായ ഔഷധമായി ഉപയോഗിക്കപ്പെടുന്നു. മഞ്ഞൾ മാത്രമായും മഞ്ഞൾ ചേർന്ന ഔഷധക്കൂട്ടുകളായും ഇത് വിവിധ രോഗങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നു.